നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു സ്കിൻ കെയർ റൊട്ടീനാണ് പറയുന്നത്. നമ്മുടെ ബോഡി എങ്ങനെ ക്ലീൻ ആക്കി വെക്കാം, ഡെഡ് സ്കിൻ ഇല്ലാതെ നല്ല ക്ലിയർ സ്കിൻ ആക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് വേണ്ടത് ഉപ്പ് വേണം. പിന്നെ നമുക്ക് ദേഹത്ത് സ്മെല്ലുണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം സോപ്പ് ഉപയോഗിക്കുക, ബാക്കി ദിവസം ഭസ്മം ഉപ്പ് മാറി യൂസ് ചെയ്യാം. ഇതൊന്നും നിങ്ങൾക്ക് ബോഡിക്ക് കേടുള്ള കാര്യമല്ല. പിന്നെ ഫേസിൽ ചെയ്യുമ്പോൾ എല്ലാം ഒന്ന് ലൈറ്റായിട്ട് ചെയ്യാവുള്ളൂ. മേത്ത് 5 മിനിറ്റ് ഇരിക്കണമെങ്കിൽ ഫേസിൽ അവസാനം ജസ്റ്റ് ഒന്ന് തേച്ച് കഴുകിക്കളയുക. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് നമ്മൾ ഭസ്മം എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് ഒരു പൊടിയാണ് വെളുത്തിട്ട്. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്ക് എപ്പോഴും വീട്ടിൽ വെച്ചേക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത് കല്ലുപ്പാണ്. ഇപ്പോൾ ഒരാൾക്ക് കല്ലുപ്പ് ഇത്ര മതിയാവും. നമ്മൾ കുളിക്കാൻ കയറുന്നതിന് മുമ്പ് ഇതിന് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെക്കുക. പിന്നെ ഇത് ഡിയോഡ്രൻറ്റ്. അപ്പോൾ ഭസ്മമാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു 1/4 സ്പൂൺ ഭസ്മം മതി. ഇപ്പം നിങ്ങൾ ഭസ്മം യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. അന്ന് സോപ്പ് വേണ്ട. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇത് മസ്റ്റായിട്ട് മാറി മാറി ചെയ്തിരിക്കണം. ഭസ്മം യൂസ് ചെയ്യുന്ന ദിവസം സോപ്പ് ഉപയോഗിക്കുക. നമ്മൾ ചൂടുവെള്ളം കുളിക്കാൻ എടുത്ത് വെക്കുക. 1 കപ്പ് വെള്ളം ദേഹത്തൊഴിച്ചതിന് ശേഷം ഈ ഭസ്മം ലൈറ്റായിട്ട് എടുത്തിട്ട് നമ്മുടെ 2 കൈയിലും ഇങ്ങനെ തേക്കുക. അത് കഴിഞ്ഞ് ദേഹം ഫുള്ള് ഭസ്മം തേച്ച് കൊടുക്കുക. ഫേസിൽ ലൈറ്റായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് നേരം നമ്മൾ വെച്ചിട്ട് വീണ്ടും ചൂടുവെള്ളം ഒഴിച്ച് കൈ ഇങ്ങനെ നന്നായിട്ട് ദേഹമൊക്കെ മസാജ് ചെയ്ത് കുളിക്കുക. അതിന് ചകിരിയും കാര്യങ്ങളും ഒന്നും വേണ്ട. എന്നിട്ട് നമ്മളന്ന് വേറെ ഒന്നും ചെയ്യാതെ ക്ലീനായിട്ട് കിടന്നാൽ മതി. രാത്രി യൂസ് ചെയ്യുന്നതാണ് നമുക്ക് നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആവാനും സ്മൂത്ത് ആവാനും സഹായിക്കും. അപ്പോൾ നമുക്ക് സ്കിന്നിന് ചുളിവൊന്നും വരാതെ കളർ വെക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണിത്. അടുത്തതെന്ന് പറയുമ്പോൾ ഉപ്പാണ്. അപ്പോൾ ഉപ്പ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള നീർക്കെട്ടെടുത്ത് കളയും, ക്ലെൻസ് വരുത്തും. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും നെഗറ്റീവൊക്കെ ഉണ്ട് പോകാനായിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ 1 ദിവസം നിങ്ങൾ ഉപ്പ് യൂസ് ചെയ്യുക. ഉപ്പ് നമ്മൾ ഈ പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കുക. ആദ്യം നമ്മൾ സോപ്പിട്ട്, നിങ്ങൾ ഏത് സോപ്പ് ഉപയോഗിക്കുന്നത് അത് സ്ഥിരം ഉപയോഗിക്കുക. സോപ്പിട്ട് ദേഹം ഒന്ന് കുളിക്കുക. കുളിച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് തോർത്തല്ല, വെറുതെ ഇങ്ങനെ ഒന്ന് തൂത്ത് കളയുക. എന്നിട്ട് ഈ കുതിർത്ത് വെച്ചേക്കണ ഉപ്പ് കയ്യിലോട്ട് എടുക്കുക. ഉപ്പ് വെള്ളമായിട്ടിരിക്കും. നന്നായിട്ട് ദേഹത്ത് തേക്കുക. അപ്പോൾ എന്ത് തേച്ചാലും നമ്മൾ മേളിലോട്ട് തേച്ച് കൊടുക്കണം. നമ്മുടെ സ്കിന്നിൽ തേച്ച് കൊടുത്തു കഴുത്തിൻ്റെ അവിടുന്ന് താഴോട്ട് തേച്ചിട്ട് ഒരു 5 മിനിറ്റ് നിൽക്കുക, അല്ലെങ്കിൽ 3 മിനിറ്റ് അവിടെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കഴുകിക്കളയുക. പിന്നെ നിങ്ങൾ സോപ്പ് ഉപയോഗിക്കേണ്ട. പിന്നെ ഇതിൽ ഒരു 2 തുള്ളി ഉപ്പ് നമ്മൾ സാധാ വെള്ളത്തിലൂടെ ഒഴിക്കുക. അത് തലയിലൊഴിക്കാം. പിന്നെ ഏറ്റവും അവസാനം കയ്യിൽ ലൈറ്റായിട്ടൊന്ന് പറ്റിച്ചിട്ട് ഫേസും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് അന്നേരം കഴുകിക്കളയുക. ഫേസിൽ നിങ്ങൾ കൂടുതൽ നേരം വെക്കരുത്. ഇത് രണ്ടും നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ സോപ്പൊക്കെ ഇട്ട് കുളിച്ചാലും ദേഹത്ത് ഇങ്ങനെ നമ്മൾ വേർക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് വരുന്നതാണ് ഡെഡ് സ്കിൻ പോലെ. അത് ദേഹത്ത് ഒരിക്കലും ഉണ്ടാവില്ല. ഡെഡ് സ്കിൻ പൂർണ്ണമായിട്ട് മാറിയാൽ നമുക്ക് അലർജി പോലെ ദേഹത്തുണ്ടാകുന്ന കുരുക്കളും കാര്യങ്ങളൊക്കെ മാറി എപ്പോഴും നല്ല സ്മൂത്ത് ആൻഡ് ഷൈൻ സ്കിൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഡെഡ് സ്കിന്ന് ഇരിക്കുന്നതും വേസ്റ്റ് ഇരിക്കുന്നതുമാണ് അതിൻ്റെ ഉള്ള കുഴപ്പങ്ങൾ. പിന്നെ ഇത് ഡിയോഡ്രൻ്റാണ്. നമ്മളെല്ലാവർക്കും യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇത് ശരിക്കും യൂസ് ചെയ്യേണ്ടത് നമ്മൾ ചിലരൊക്കെ എന്ന് പറയുമ്പോൾ കുളിച്ചൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഡ്രസ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഡ്രസ്സിലല്ല ശരിക്കും യൂസ് ചെയ്യേണ്ടത്. കുളിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ തോർത്തി കഴിയുമ്പം നമുക്ക് അണ്ടർ ഭാഗങ്ങളിൽ ഇത് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എപ്പോഴും നമ്മുടെ സ്കിൻ വഴിയാണ് നമ്മുടെ ആരോഗ്യം നന്നായിട്ട് കാത്തു സൂക്ഷിക്കേണ്ടത്. പിന്നെ ഉപ്പ് നമുക്ക് കാലിൻ്റെ അടിയിട്ടും നന്നായിട്ട് മസാജ് ചെയ്ത് കഴുകിക്കളയും. കാലിൻ്റെ അടിയിലൂടെയാണ് നമുക്ക് അണുക്കളൊക്കെ കയറുന്നത്. അപ്പോൾ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ക്ലെൻസ് ചെയ്യുന്ന ആൻറ്റിസെപ്റ്റിക്കാണ് ഉപ്പ്. ഒന്ന് കറക്റ്റ് ചെയ്യുക. താങ്ക് യു.